പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൗതിക ലോകത്ത് നമുക്ക് ജീവിക്കുന്നതിന് നമുക്ക് ധനം അത്യാവശ്യമാണ്. പക്ഷേ നിത്യച്ചെലവിന് പോലും ധനം ലഭിക്കാതെ ദാരിദ്ര്യവും കടവും ഒക്കെ ആയിട്ട് കഴിയുന്നവരാണ് ഭൂരിപക്ഷം പേരും. ഒരുപാട് ദൈവത്തെ പ്രാർത്ഥിച്ചു, ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്തു, എന്നിട്ടും യാതൊരു ഗുണവും ലഭിക്കാത്തവരാണ് ഭൂരിഭാഗം പേരും. ചിലരുടെ പ്രശ്നം പണം കയ്യിൽ വരാത്തതാണെങ്കിൽ മറ്റു ചിലരുടെ പ്രശ്നം കയ്യിൽ വന്ന പണം നിലനിൽക്കാത്തതാണ്. ഇതിൽ രണ്ടായാലും ശരി, സാമ്പത്തിക ക്ലേശങ്ങളും പ്രശ്നങ്ങളും എല്ലാം കൂടി പലരുടെയും മാനസികാവസ്ഥ തന്നെ അവതാളത്തിലായിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഇവർക്ക് കടവും വർദ്ധിച്ചു വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിഷമാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ച് ധനം കയ്യിൽ വന്ന് ചേരുമെന്നുള്ളൊരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന് എത്രത്തോളം ഒരു ആശ്വാസമാണ് ലഭിക്കുന്നതല്ലേ. ശരിക്കും പറഞ്ഞാൽ നിമിത്ത ലക്ഷണശാസ്ത്രത്തെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ധനം കൈവന്ന് ചേരുമോ, കയ്യിലുള്ള ധനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ ധനം കൈവന്ന് ചേരുന്നതിനെക്കുറിച്ചുള്ള ചില നിമിത്ത ലക്ഷണങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ഇതിൽ ഞാൻ 12 ലക്ഷണങ്ങളെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ കുറഞ്ഞ പക്ഷം ഒരു 2 ലക്ഷണമെങ്കിലും കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ പ്രശ്നങ്ങളും കടങ്ങളും എല്ലാം മാറിക്കിട്ടാനുള്ള ആ ധനം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൈവന്ന് ചേരുമെന്ന്. സാക്ഷാൽ ലക്ഷ്മി ഭഗവതി നമ്മുടെ ഗൃഹത്തിലേക്ക് ആനയിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങളാണിവ. തീർച്ചയായിട്ടും ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓം ലക്ഷ്മി ഭഗവതി നമസ്തുഭ്യം, ഈ ഒരു മന്ത്രം രാവിലെയോ വൈകുന്നേരമോ ഉള്ള നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഒരു മന്ത്രം തുടർച്ചയായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ഈ ലക്ഷണശാസ്ത്രത്തിലൂടെ നിങ്ങൾക്ക് കൈവരാൻ പോകുന്ന ഈ ഭാഗ്യം വർദ്ധിച്ച് വരുന്നതാണ്. അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ആദ്യമേ പറയുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലക്ഷണം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കൊരാൾ ഒരു ചെറിയ ഗണപതി വിഗ്രഹം സമ്മാനിക്കുകയാണ്. അത് വളരെ നല്ലൊരു ലക്ഷണമാണ്. ചിലപ്പോൾ നീ ഇത് കാറിൽ വെച്ചോ, അല്ലെങ്കിൽ നീ ഇത് പൂജാമുറിയിൽ വെച്ചോളൂ, അല്ലെങ്കിൽ നീ ഇത് വീട്ടിൽ സൂക്ഷിച്ചോളൂ, അല്ലെങ്കിൽ നീ ഇത് കീ ചെയിനായിട്ട് വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് സമ്മാനമായി നൽകുക. ഇത് വളരെ നല്ലൊരു ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ വിഘ്നങ്ങളും മാറിയിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ധനം കൈവന്ന് ചേരുമെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണിത്. ഇനി രണ്ടാമത്തേത്, ഒരു മയിൽപീലി സമ്മാനമായി കിട്ടുന്നതാണ്. ഈ മയിൽപീലി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ചിലപ്പോൾ ഒരു സ്ത്രീജനമായിരിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടിയായിരിക്കും. ഇതൊരു വ്യാഴാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഒരു ഏകാദശി ദിവസമോ ആണ് ലഭിക്കുന്നതെങ്കിൽ ഏറെ ശുഭകരമാണ്. ഇങ്ങനെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർച്ചയായിട്ടുള്ള 7 വ്യാഴാഴ്ചകളിൽ കൃഷ്ണക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ധനമേന്മ ഉണ്ടാകുന്നതാണ്. മൂന്നാമത്തേത്, നിങ്ങളുടെ ഒരു യാത്രാവേളയിൽ നിങ്ങൾക്ക് തറയിൽ കിടന്ന് ഒരു നാണയം ലഭിക്കുക. അന്നേ ദിവസം തന്നെ നിങ്ങളുടെ വീടിന് മുന്നിലൂടെ ഒരു ഘോഷയാത്ര കടന്നു പോവുക. ഇത് രണ്ടും ധനാഗമനത്തിൻ്റെ വളരെ നല്ല ലക്ഷണങ്ങളാണ്. ഇനി നാലാമത്തേത്, നിങ്ങൾ രാവിലെ ഉണർന്നെണീക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ഭക്തിയും ഒരു പ്രസരിപ്പും ഒരു ഊർജവും ഒക്കെ കൈവന്നതുപോലെ തോന്നുക. ഇത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ധനം ആകർഷിക്കപ്പെടാൻ പോകുന്നതിൻ്റെ, അല്ലെങ്കിൽ ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി അഞ്ചാമത്തേത്, നിങ്ങൾ സ്വപ്നത്തിൽ ഒരേ ഫലം നിങ്ങൾക്ക് ചുറ്റും കൂടിക്കിടക്കുന്നതായിട്ട് കാണുന്നത്. അതായത് ഇപ്പോൾ ആപ്പിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആപ്പിൾ നിങ്ങൾക്ക് ചുറ്റും കൂടിക്കിടക്കുന്നതായിട്ട് കാണുക. ഇപ്പോൾ മാമ്പഴമാണെങ്കിൽ മാമ്പഴം ഇങ്ങനെ ചുറ്റും കൂടിക്കിടക്കുന്നതായിട്ട് കാണുക. വ്യത്യസ്ത തരം ഫലങ്ങൾ ഒന്നിച്ചല്ല, ഒരൊറ്റ ഫലം മാത്രം ഒരുപാട് ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ളതായിട്ട് കാണുന്നത്. ഇതെന്ന് പറയുന്നത് ലക്ഷ്മി ഭഗവതി നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ്. ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും എല്ലാം ഭഗവതി മാറ്റിത്തരുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ധനാഭിവൃദ്ധി ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതുമൂലം നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ്. ഇനി 6ാമത്തെ കാര്യം, ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീടിന് സമീപം ഇരുന്ന് ശബ്ദിക്കുന്നതാണ്. അതായത് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുള്ള ചെമ്പോത്ത്, ചകോരം എന്നൊക്കെ പറയുന്ന ഉപ്പൻ എന്ന പക്ഷി, ആ പക്ഷി നമ്മുടെ വീടിൻ്റെ പരിസരത്തിരുന്ന് ഇങ്ങനെ ചിലയ്ക്കുന്നത് ഭാഗ്യത്തിൻ്റെ ആഗമനത്തിൻ്റെ ഒരു മുന്നോടിയാണ്. ഈ ഉപ്പൻ ഏതെങ്കിലും വീടിന് സമീപം ഇരുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ കുബേരൻ്റെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം വീടുകളിൽ തുളസിച്ചെടി വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കുന്നത് ഭാഗ്യവർദ്ധനവിനും ഐശ്വര്യത്തിനും ഇടയാക്കുന്നതാണ്. ഇനി 7ാമത്തെ കാര്യം, അരിക്കുമിള് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ മുളച്ചു വരുന്നത്. നമ്മുടെ നാട്ടിൽ അധികമൊന്നും കാണുന്ന ഒരു ഇനമല്ല ഈ അരിക്കുമിളെന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് ഈ മണ്ണിലിങ്ങനെ മുളച്ചു വരുന്നതാണ്. ഇപ്പോൾ ഈ മഴ സീസണൊക്കെ ആവുമ്പോൾ ഇടിമുഴക്കമൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ പെട്ടെന്ന് മണ്ണിൽ നിന്ന് മുളച്ചു വരുന്നതാണ് ഈ അരിക്കുമിളെന്ന് പറയുന്നത്. ഈ അരിക്കുമിള് ഇങ്ങനെ മുളച്ചു വരുന്നത് ഭാഗ്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ഇനി 8ാമത്തേത്, ആലിപ്പഴം വീട്ടുമുറ്റത്ത് വീഴുന്നതാണ്. ഈ ആലിപ്പഴം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, മഴ പെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ഐസ് കഷ്ണങ്ങൾ മഴയോടൊപ്പം നമ്മുടെ മുറ്റത്ത് വന്ന് വീഴുന്നതാണ്. ഇതിങ്ങനെ വന്ന് വീണ് ചിതറുന്നത് നമ്മുടെ വീട്ടിലേക്ക് ധനത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി 9ാമത്തെ കാര്യം, ഒരാൾ ഒരു ദേവിയുടെ ചിത്രം നമുക്ക് സമ്മാനമായി നൽകുന്നത്. ഇത് നമുക്കാരെങ്കിലും വിലയ്ക്ക് തരുന്നതല്ല കേട്ടോ, ഒരു സമ്മാനം എന്ന രീതിയിൽ ആരെങ്കിലും നമുക്ക് നൽകുന്നതാണ്. അത് ഒരു മൂകാംബികയുടെ ചിത്രമോ അല്ലെങ്കിൽ ലക്ഷ്മി ഭഗവതിയുടെ ചിത്രമോ ദുർഗാദേവി, ഭദ്രകാളി എന്നിവരുടെയൊക്കെ ചിത്രമാണെങ്കിൽ വളരെ ശ്രേയസ്കരമാണ്. എന്നാൽ ഈ ചിത്രത്തിന് എന്തെങ്കിലും ഉടവോ അല്ലെങ്കിൽ ചില്ലുകൾ വല്ലതും പൊട്ടിയതായിട്ടോ എങ്ങാനും കാണപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് ധനനഷ്ടത്തിന് ഇടയാക്കുന്നതുമാണ്. ഇനി 10ാമത്തെ കാര്യം, എവിടെ നിന്നെങ്കിലും വന്നു കയറിയ ഒരു പൂച്ച നമ്മുടെ വീട്ടിൽ പ്രസവിക്കുന്നത്. പൂച്ചയെന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ ദായകരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു പൂച്ച കുഞ്ഞുങ്ങളുമായി നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് പ്രസവിക്കുന്നതോ ഒക്കെ നമ്മുടെ വീട്ടിൽ മംഗളങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇനി 11ാമത്തെ കാര്യം, ഇണക്കിളികൾ നമ്മുടെ വീട്ടിന് സമീപം വന്നിരുന്ന് ചിലയ്ക്കുന്നത്. അതായത് ഇണക്കിളികൾ നമ്മുടെ വീട്ടിലേക്ക് വരികയോ നമ്മുടെ വീട്ടിൻ്റെ ജനാലയ്ക്കരികിൽ വന്നിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലകളിൽ വന്നിരുന്ന് മധുരമായി ചിലയ്ക്കുകയും അവർ സല്ലപിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഭാഗ്യവർദ്ധനവിനും ശ്രേയസ്സിനും കാരണമായി തീരുന്നതാണ്. എന്നാൽ ഇതിനു പകരം 2 കാക്കകളാണ് വന്നിരുന്ന് ഈ വിധം ചിലയ്ക്കുകയും സല്ലപിക്കുകയും ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ ശനിയുടെ ആഗമനത്തിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് ധനച്ചോർച്ചയ്ക്ക് കാരണമായി തീരുന്നതാണ്. അങ്ങനെ ഈ വിധത്തിൽ കാക്കകൾ കരയുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഇട്ടുകൊടുത്ത് അവയെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. 12ാമത്തെ കാര്യം, നമ്മുടെ വീട്ടിലേക്ക് ഉറുമ്പുകൾ കടന്നു വരുന്നതാണ്. ഉറുമ്പുകളെ നമ്മൾ ശല്യക്കാരായിട്ടാണ് പ്രധാനമായിട്ടും കാണുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള കറുത്ത ഉറുമ്പുകൾ, കടിക്കാത്ത ഇങ്ങനെ ചോണൻ ഉറുമ്പിന് സമമായിട്ടുള്ള കറുത്ത ഉറുമ്പുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഉറുമ്പുകളുടെ ആഗമനം നമ്മുടെ വീട്ടിൽ ഐശ്വര്യവർദ്ധനവിന് കാരണമാകുന്നതാണ്. പക്ഷേ ഈ ഉറുമ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ മറ്റേ ഉറുമ്പുകളെ കാണുന്നത് പോലെയല്ല. ഇവയെ ചിലപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിന് ശേഷം പിന്നീട് നമ്മൾ അവയെ കാണുന്നതല്ല. അവ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ധനം നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ 12 ലക്ഷണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇവയെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് നിങ്ങളുടെ നിരീക്ഷണ പാഠവും കൂടി അത്യാവശ്യമാണ്. ഇപ്പോൾ ചില അവസരങ്ങളിൽ ഇവ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം ഇല്ല എങ്കിൽ അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല.
അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വ്യക്തമായിട്ടുള്ള നിരീക്ഷണ പാഠവം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും മംഗളങ്ങൾ ഉണ്ടാവട്ടെ.